പ്രിയമുള്ള വിദ്യാർത്ഥികളെ നമസ്കാരം. മലയാള ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളുടെ ലിറ്ററേച്ചർ ബുക്കിലെ മെയിൻ ബുക്കിലെ പോർഷൻസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങൾ പഠിച്ച് കാണും എന്നാണ് എൻ്റെ വിശ്വാസം. ഓരോ പാഠങ്ങളും പഠിച്ചു കഴിക്കണം. ഇനി നമ്മൾ നോൺ ഡീറ്റെയിലാണ് എടുക്കുന്നത്. ഉപപാഠം പ്രതിഭാശാലികൾ. ഡോക്ടർ കെ രാഹുലനാണ് ഈ പ്രതിഭാശാലികൾ എന്ന പുസ്തകം എഴുതിയത്. ഉപപാഠ പുസ്തകം സാധാരണ കുട്ടികൾ തനിയെ വായിച്ച് കുറിപ്പുകൾ എഴുതി വെച്ച് അതിൽ നിന്നുള്ള ചോദ്യങ്ങൾ തനിയെ എഴുതുന്നതാണ്. അങ്ങനെയാണ് പ്രത്യേകിച്ചും +1 +2 ആയിക്കഴിഞ്ഞാൽ ഉപപാഠം തനിയെ വായിച്ച് അതിൻ്റെ ചോദ്യോത്തരങ്ങളെല്ലാം തനിയെ കണ്ടെത്തേണ്ടതാണ്. എങ്കിലും ഞാൻ ഇത് ഒന്ന് സഹായിക്കുന്നുണ്ട്, ഇതിനെ പറ്റിയൊന്ന് പറഞ്ഞിട്ട്. ഇത് ഡോക്ടർ കെ രാഹുലനാണ് എഴുതിയിട്ടുള്ളത്. SNDPയുടെ പ്രസിഡൻ്റായിരുന്നു ഡോക്ടർ കെ രാഹുലൻ. അദ്ദേഹം നമ്മളുടെ അടുത്ത നാടായ എടമുട്ടത്താണ് ജനിച്ചു വളർന്നത്. എടമുട്ടത്ത് ഒരു സാധാരണ കുടുംബത്തിലാണ് അദ്ദേഹം ജനിച്ചു വളർന്നത്. അവിടെ നിന്ന് അദ്ദേഹം എടമുട്ട സ്കൂളിൽ പഠിച്ചു, കഴിമ്പ്ര സ്കൂളിൽ പഠിച്ചു, വലപ്പാട് ഹൈസ്കൂളിൽ പഠിച്ചു, പിന്നെ വിക്ടോറിയ കോളേജിൽ പഠിച്ചു. പിന്നീട് MBBSും ഒരുപാട് ഡിഗ്രികളും എടുത്തു. ഒരു സാമൂഹിക പരിഷ്കർത്താവായിരുന്നു, സാമൂഹ്യ പ്രവർത്തകനായിരുന്നു, പ്രഭാഷകനായിരുന്നു, ഒരു എഴുത്തുകാരനുമായിരുന്നു. അപ്പോൾ സാംസ്കാരിക ഉന്നമനത്തിന് വേണ്ടി തൻ്റെ ജോലി വളരെ സ്തുത്യർഹമായ രീതിയിലുള്ള ജോലിയുടെ നിർവഹണത്തിനിടയിലും സാംസ്കാരിക ഉന്നമനത്തിന് വേണ്ടി അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. അദ്ദേഹം സാഹിത്യ അക്കാദമിയിൽ, ലളിതകലാ അക്കാദമിയിൽ, നാടകവേദിയിൽ, അങ്ങനെ നിരവധി സംഘടനകളിൽ അദ്ദേഹം പ്രവർത്തിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രതിഭാശാലികൾ എന്ന പുസ്തകത്തിലെ ആദ്യത്തെ ലേഖനം കേളപ്പൻ എന്ന പാഠമാണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത്. ഇതിൽ നിന്നും 5 പാഠങ്ങളാണ് നമുക്ക് ഇത്തവണ സിലബസിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. കേളപ്പൻ നമ്മൾ കേട്ടിട്ടുണ്ടാവും. കേരള ഗാന്ധി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹം സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. ഗാന്ധിജിയെപ്പോലെ ലളിത ജീവിതം നയിച്ചിരുന്ന, ഗാന്ധിജിയുടെ ആദർശങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച, ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കുകൊണ്ട, മലബാർ ലഹളയിൽ ആ ലഹളക്കാരെ സാന്ത്വനിപ്പിച്ച് അവരെ നേർവഴിക്ക് നടത്താനായിട്ട് നല്ല ഉപദേശങ്ങൾ, അവരോടൊപ്പമാണ് ഞങ്ങൾ എന്ന് പറഞ്ഞ് ലഹളക്കാരെ സാന്ത്വനിപ്പിച്ച, ആപത്തുകളിൽ നിന്നൊക്കെ ഒഴിവാക്കിയ ആളാണ്. അങ്ങനെ ഒരു കാര്യമാണ് ഇവിടെ കേളപ്പൻ്റെ ഈ ലേഖനത്തിൽ പറയുന്നത്. അപ്പം നമുക്ക് പാഠം നോക്കാം അല്ലേ? വായിക്കാം. കേളപ്പൻ. ഇതിൽ ആദ്യം തന്നെ പറയണത് ഒരു ഇൻവെർട്ടർ കോമയിൽ ഒരാൾ പറയുന്നതാണ്. സഹോദരന്മാരെ, നിങ്ങൾ ശാന്തരാകണം, മടങ്ങിപ്പോകണം. ഇവിടെ നിങ്ങളുടെ ബന്ധുക്കളേ ഉള്ളൂ, ശത്രുക്കൾ ആരുമില്ല. ഒരാൾ ഉറക്കെ വിളിച്ചു പറയുകയാണ്, സഹോദരന്മാരെ ശാന്തരാകണം, നിങ്ങൾ മടങ്ങിപ്പോകണം. ഇവിടെ നിങ്ങളുടെ ബന്ധുക്കളേ ഉള്ളൂ, ശത്രുക്കൾ ആരുമില്ല. മലവെള്ളം പോലെ ഇരമ്പി മുന്നോട്ട് കുതിച്ചു വരുന്ന അക്രമാസക്തമായ വമ്പിച്ച ജനക്കൂട്ടത്തിന് അഭിമുഖമായി നിന്നുകൊണ്ട് തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിൽ ഒരാൾ വിളിച്ചു പറയുകയാണ്. അദ്ദേഹം ഒരു ലഹളക്കാരുടെ മുൻപിൽ കയറി നിന്ന് അവർക്ക് അഭിമുഖമായി നിന്നുകൊണ്ട്, അത് ലഹളക്കാർ ഭയങ്കര ശബ്ദമെടുത്തിട്ടായിരിക്കും അല്ലേ വരുന്നത്. അപ്പോൾ അവരോട് ഇങ്ങനെ ഉറക്കെ വിളിച്ചു പറയാണ്. അവരത് കേൾക്കുന്നില്ല. അല്ലാഹു അക്ബർ എന്നലറിക്കൊണ്ട് സംഹാരമൂർത്തികളെപ്പോലെ പാഞ്ഞടുക്കുന്ന ആ സംഘത്തിൽ 500ഓളം ആളുകളുണ്ട്.
അവർ ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന കത്തികളും കുന്തങ്ങളും വാളുകളും മനുഷ്യരക്തത്തിനു വേണ്ടി ദാഹിച്ചു മുന്നോട്ട് നീങ്ങുന്നത് പോലെ തോന്നും. അവരുടെ മുഖങ്ങൾ സംഹാരത്തിൻ്റെ രൗദ്രഭാവം വിളിച്ചറിയിക്കുന്നു. ആ ജനക്കൂട്ടം അടുത്തടുത്ത് വരികയാണ്. പോകുവിൻ, ദയവ് ചെയ്ത് മടങ്ങിപ്പോവിൻ. ഇവിടെ നിങ്ങൾക്കൊന്നും ചെയ്യാനില്ല. നിങ്ങളുടെ സഹോദരന്മാരാണ് ഇവിടെയുള്ളത്. അവരെ ആക്രമിക്കാൻ പറ്റില്ല. കൊള്ളയും കൊലയും കൊള്ളിവയ്പും അവരർഹിക്കുന്നില്ല. നിങ്ങളുടെ സ്നേഹമാണ് അവർക്ക് വേണ്ടത്. സ്നേഹത്തിൻ്റെ പേരിൽ ഞാൻ അപേക്ഷിക്കുന്നു, നിങ്ങൾ മടങ്ങിപ്പോകണം. ധീരഗംഭീരവും സ്നേഹശീതളവുമായ ആ ശബ്ദം വീണ്ടും മുഴങ്ങി. ലഹളക്കാരോട് വീണ്ടും പറയാണ്, ഇവിടെയുള്ളത് നിങ്ങളുടെ സഹോദരങ്ങളാണ്. നിങ്ങൾ അവരെ ഉപദ്രവിക്കരുത്. നിങ്ങൾ സ്നേഹിക്കുന്നവരാണ്, നിങ്ങൾ സ്നേഹിക്കേണ്ടവരാണ്. നിങ്ങൾ അവരെ ഉപദ്രവിക്കരുത്. ദയവ് ചെയ്ത് മടങ്ങിപ്പോകണം. അവർ നിങ്ങളുടെ ബന്ധുക്കളാണ്. അഭ്യർത്ഥനകൾ ഫലിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ ഒരു സാഹസികന്റെ മട്ടിൽ അക്രമികളുടെ മുന്നേറ്റത്തെ ചെറുക്കുവാൻ കൈകോർത്ത് പിടിച്ച് ഒരു വേലി പോലെ നിലയുറപ്പിക്കാൻ അദ്ദേഹം കൂടെയുള്ളവരോട് ആവശ്യപ്പെട്ടു. പുറത്തേക്ക് അവരെ ഇപ്പുറത്തേക്ക് കടത്തിവിടില്ല, ഞങ്ങളെ കൊന്നിട്ടായിരിക്കണം കടത്തിവിടുന്നത് എന്നതുപോലെ ഒരു വേലി പോലെ എല്ലാവരും കൈകോർത്ത് പിടിച്ചുകൊണ്ട് നിന്നു. അക്രമികളുടെ മുന്നേറ്റത്തെ ചെറുക്കുവാൻ കൈകോർത്ത് പിടിച്ച് ഒരു വേലി പോലെ നിലയുറപ്പിക്കാൻ അദ്ദേഹം കൂടെയുള്ളവരോട് ആവശ്യപ്പെട്ടു. ആ അനുചര സംഘത്തിൽ 20-ലധികം പേർ ഉണ്ടായിരുന്നില്ല. ആകെ മറ്റൊരു 500-ലധികം പേരുണ്ടായിരുന്നു. ഇവർ 20 പേരേ ഉണ്ടായിരുന്നുള്ളൂ. ആയുധപാണികളായ ജനക്കൂട്ടം ആർത്തു വിളിച്ചുകൊണ്ട് അടുത്തെത്തിയപ്പോൾ കണ്ടത് അവരെ തടയാൻ നിലയുറപ്പിച്ച നിരായുധരുടെ പ്രതിരോധ ശൃംഖലയെയും അതിന് തൊട്ടു മുമ്പിലായി ഉയരം കൂടിയ ഒരു സുഹൃത്തിൻ്റെ കഴുത്തിൽ കയറി ഇരിപ്പുറപ്പിച്ച് അത്യുച്ചത്തിൽ ആഹ്വാനം മുഴക്കുന്ന ഹ്രസ്വകായനായ മനുഷ്യനെയുമായിരുന്നു. ആയുധപാണികളായ ജനക്കൂട്ടം ആർത്ത് വിളിച്ചുകൊണ്ട് വന്നു. അപ്പോൾ ഈ 10-20 പേര് വന്ന ആളുകൾ പരസ്പരം കൈ ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്. അതിൻ്റെ നടുവിൽ ഒരു നല്ല ഉയരം കൂടിയ അതികായനായ ഒരാളുടെ തോളിൽ കയറി നിന്ന് ഹ്രസ്വകായനായിട്ടുള്ള ഈ കേളപ്പൻ ഇരുന്ന് ആഹ്വാനം ചെയ്യുകയാണ്, ഇവരെ നിങ്ങൾ ഉപദ്രവിക്കരുത്. ഇവർ നിങ്ങളുടെ സ്വന്തക്കാരാണ്, ബന്ധുക്കളാണ്, നിങ്ങളുടെ ശത്രുക്കളല്ല. നിങ്ങൾ അവരെ ശിക്ഷിക്കരുത് എന്ന് പറഞ്ഞ് ഉറക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ലഹളയെയാണ് അല്ലേ കേളപ്പനോട് അഭിമുഖീകരിക്കുന്നത്. അദ്ദേഹം ഇരുകരങ്ങളും ആകാശത്തേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തൻ്റെ അഭ്യർത്ഥന ഉച്ചത്തിൽ ആവർത്തിച്ചുകൊണ്ടിരുന്നു. എന്താ പറഞ്ഞിരുന്നത്? സഹോദരന്മാരെ, നിങ്ങൾ ശാന്തരാകണം, മടങ്ങിപ്പോകണം. ഇവിടെ നിങ്ങളുടെ ബന്ധുക്കളേ ഉള്ളൂ, ശത്രുക്കൾ ആരുമില്ല. രാമരാവണ യുദ്ധത്തിൽ ഹനുമാന്റെ ഗളതലത്തിൽ അമർന്നിരുന്നു കൊണ്ട് അപ്രതിരോധ്യമായ അസ്ത്രപ്രയോഗ പാടവം പ്രദർശിപ്പിച്ച ശ്രീരാമചന്ദ്രനെ ചിലർ ഓർത്തു. ശാന്തഗംഭീരമായ മുഖവും ആജ്ഞാശക്തിയുള്ള തിളങ്ങുന്ന കണ്ണുകളും നിശ്ചയദാർഢ്യം വിളിച്ചോതുന്ന മുഴക്കമുള്ള ശബ്ദവും ആരെയും അനുസരിപ്പിക്കാൻ പോന്നതായിരുന്നു. രാമരാവണ യുദ്ധത്തില് ഹനുമാന്റെ തോളിലാണ് 2 തോളിലും ഒരിടത്ത് ശ്രീരാമനും അപ്പുറത്ത് ലക്ഷ്മണനും ഇരുന്നിട്ടാണ് രാവണനോട് യുദ്ധം ചെയ്തത്. അതുപോലെ ഒരാളുടെ തോളിൽ ഇരുന്ന് ഒരാൾ ആഹ്വാനം ചെയ്യുകയാണ്. കേളപ്പൻ മറ്റൊരാളുടെ തോളിലിരുന്നാണ് ലഹളയെ അഭിമുഖീകരിക്കുന്നത്. ലഹളയ്ക്ക് വന്നവർ ഒന്ന് പകച്ചു. ആർപ്പുവിളികളും അട്ടഹാസങ്ങളും പെട്ടെന്ന് നിലച്ചു. അല്പനേരത്തെ നിശ്ചലത. ഇത് കണ്ടപ്പോൾ അടുത്തെത്തിയപ്പോൾ ലഹളക്കാരൊന്ന് പകച്ചു. അവിടെ അല്പനേരം നിശബ്ദരായി നിന്നു. വീണ്ടും ആ ഗംഭീര ശബ്ദം, സഹോദരന്മാരെ, ഞങ്ങൾ നിങ്ങളുടെ ശത്രുക്കളല്ല, നിങ്ങളെ സ്നേഹിക്കുന്നവരാണ്. ഞങ്ങൾ പറയുന്നത് ദയവായി കേൾക്കൂ. അക്രമവും കൊലയും കൊള്ളയും കൊള്ളിവെപ്പും പൊന്നാനിയിലേക്ക് കടക്കാൻ ഞങ്ങൾ സമ്മതിക്കുകയില്ല. നിങ്ങളുടെ ഈ മുന്നേറ്റത്തെ നിരായുധരായി ജീവൻ കൊടുത്തും ചെറുക്കാനാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത്. നിങ്ങൾ സായുധരായിട്ടാണ് ഇവിടെ ലഹളയ്ക്ക് വരുന്നത്. എന്നാൽ ഇത് പൊന്നാനിയിൽ വേണ്ട. ഞങ്ങൾ നിങ്ങളുടെ ബന്ധുക്കളാണ്. നിങ്ങൾ ഇവിടേക്ക് വന്നാൽ നിരായുധരായി ഞങ്ങൾ നിങ്ങളെ എതിർക്കും.
നിങ്ങൾ ഞങ്ങളെ കൊല്ലേണ്ടതായിട്ട് വരും, ജീവൻ കൊടുത്തും ഇത് ചെറുക്കും എന്നുള്ളതാണ്. അപ്പോൾ ഗാന്ധിജിയുടെ സമരമുറയാണ് നിരായുധരായിട്ടാണ്, അവിടെ സഹനമുറയിലൂടെയാണ് ഗാന്ധിജി സമരം നയിച്ചത്. അതേപോലെ തന്നെയുള്ള ഒരു സമരമാണ് കേളപ്പനും ഇവിടെ നിറവേറ്റിയത്. ഞങ്ങളുടെ എല്ലാം ശവശരീരത്തിൽ ചവിട്ടിയല്ലാതെ നിങ്ങൾക്കിനി മുന്നോട്ട് നീങ്ങുവാനാകുകയില്ല. നിങ്ങളുടെ ആയുധങ്ങളേറ്റ് ഇവിടെ മരിച്ചു വീഴുമ്പോഴും ഞങ്ങൾ നിങ്ങളുടെ നന്മയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുകയുള്ളൂ. നിങ്ങളെ വെറുക്കുകയില്ല, നിങ്ങളെ ഞങ്ങൾ സ്നേഹിക്കും. നിങ്ങൾക്ക് അപ്പുറത്തേക്ക് കടന്ന് ഞങ്ങളുടെ സഹോദരന്മാരുടെ, അവർ നിങ്ങളുടെയും സഹോദരന്മാരാണ്, അവരെ ആക്രമിക്കണമെങ്കിൽ, കൊള്ളയടിക്കണമെങ്കിൽ ഞങ്ങളുടെ ശവശരീരത്തിൽ ചവിട്ടിയേ നിങ്ങൾക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ നിങ്ങൾ ഞങ്ങളെ കൊന്നൊടുക്കിയാലും നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി തന്നെയേ ഞങ്ങൾ പ്രാർത്ഥിക്കുകയുള്ളൂ. കാരണം ഞങ്ങൾ നിങ്ങളുടെ സഹോദരന്മാരാണ്, നിങ്ങളെ സ്നേഹിക്കുന്നവരാണ്. അവരത് ശ്രദ്ധിച്ചു നിന്നു. എന്താണ് ഇതിൻ്റെ അർത്ഥം? അക്രമി സംഘത്തിൽപ്പെട്ടവർ സ്തബ്ധരായി നിന്നുപോയി. കൂരിരുട്ടിൽ മിന്നൽ പിണർ പോലെ അവരുടെ മനസ്സിൽ എന്തോ ഒരു പുതിയ പ്രവാഹമുണ്ടായതുപോലെ ഉയർത്തിപ്പിടിച്ചിരുന്ന കത്തിയും ആയുധങ്ങളും കൈകളിൽ നിന്ന് അറിയാതെ വഴുതി വീണു. അവർ വെട്ടാനും കുത്താനും ഇങ്ങനെ തയ്യാറായി വന്നവരാണ്. എന്നാൽ ഈ ശബ്ദം കേട്ടപ്പോൾ അവർക്ക് വിശ്വാസം വന്നു, ഇവർ നമ്മളെ ഉപദ്രവിക്കാനല്ല, നമുക്ക് അനുകൂലമായിട്ടാണ്. അങ്ങനെ കത്തിയും കുന്തവും സാധനങ്ങളുമെല്ലാം അവർ ഉയർത്തിപ്പിടിച്ച് നിന്നിരുന്നത് താഴേക്ക് ഇട്ടു. കുട്ടികളെ, നിങ്ങൾക്ക് ഭക്ഷണത്തിന് വേണ്ടതെല്ലാം ഞാൻ ഒരുക്കി വെച്ചിരിക്കുന്നു, വന്ന് ഭക്ഷണം കഴിക്കൂ, എന്നിട്ട് മേൽ വേണ്ടതെല്ലാം ആലോചിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് വളരെയധികം വിശപ്പുണ്ടായിരിക്കാം, ഞങ്ങൾ നിങ്ങളുടെ ബന്ധുക്കളാണ്, നിങ്ങൾക്ക് ഭക്ഷണത്തിന് വേണ്ടതെല്ലാം ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്, നിങ്ങൾ ആദ്യം വന്ന് ഭക്ഷണം കഴിക്കൂ, എന്നിട്ടാവാം നമുക്ക് ചർച്ച ചെയ്യാം. പൊന്നാനിയിലെ ധനാഢ്യനായ ഇമ്പിച്ചിക്കോയ തങ്ങളുടെ ഈ ക്ഷണം ലഹളക്കാർ സന്തോഷത്തോടെ സ്വീകരിച്ചു. വളരെ പ്രമുഖനായിട്ടുള്ള ഒരു പണ്ഡിതനാണ് ഇമ്പിച്ചിക്കോയ. പൊന്നാനിയിലെ ധനാഢ്യനുമായിരുന്നു. അദ്ദേഹം അവരെ സ്നേഹപൂർവ്വം ക്ഷണിച്ചു. നിങ്ങൾ എൻ്റെ വീട്ടിലേക്ക് വരൂ, വന്ന് എല്ലാവരും ഭക്ഷണം കഴിക്കൂ. ഈ ക്ഷണം ലഹളക്കാർ സന്തോഷത്തോടെ സ്വീകരിച്ചു. അവർ ഭക്ഷണം കഴിച്ചു. യുവാവും കൂട്ടുകാരും വീണ്ടും ലഹളക്കാരെ സമീപിച്ചു. ലഹളയ്ക്കൊരുങ്ങാതെ മടങ്ങിപ്പോകണമെന്ന് വീണ്ടും അഭ്യർത്ഥിച്ചു. അത് ഫലിച്ചു. ഒരു മഴ കഴിഞ്ഞപ്പോൾ അവർ പല വഴിക്കായി പിരിഞ്ഞുപോയി. ആ ശബ്ദം മുഴക്കിയ ധീരനായ യുവാവ് മഹാത്മജിയുടെ പ്രിയ ശിഷ്യനായ കേളപ്പനായിരുന്നു. അപ്പം എന്തായിരുന്നു അവിടെ ഒരു ലഹള? ആ ലഹളയെക്കുറിച്ച് നമുക്ക് നോക്കാം. ഈ സംഭവം നടന്ന 1921 ആഗസ്റ്റ് 21 കഴിഞ്ഞിട്ട് 1921 ആഗസ്റ്റ് 21 ഇവിടെ മാപ്പിള ലഹളയുടെ കാലഘട്ടമാണ്. മാപ്പിള ലഹളയുടെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ 1921 മുതൽ 22 വരെ കൊടുമ്പിരി കൊണ്ട ലഹളയായിരുന്നു. എന്നാൽ 1.5 നൂറ്റാണ്ടായി ഈ ലഹള അവിടെ ആരംഭിച്ചിട്ട്. മലബാറിൻ്റെ പല പ്രദേശങ്ങളിലും ഏറനാട്ടിലും പൊന്നാനിയിലുമെല്ലാം ഈ ലഹളയുണ്ടായിരുന്നു. അവർ നൂറ്റാണ്ടുകളായി, 1.5 നൂറ്റാണ്ടുകളായി മുസ്ലിം സഹോദരങ്ങൾ, മാപ്പിളമാർ, അവർ പീഡിപ്പിക്കപ്പെടുകയായിരുന്നു. അവർക്ക് സ്വന്തമായി ഭൂമി ഉണ്ടായിരുന്നില്ലെങ്കിലും ഭൂരിഭാഗവും കർഷകരായിരുന്നു. അവർക്ക് സ്വന്തമായി ഭൂമിക്ക് അവകാശവും ഉണ്ടായിരുന്നില്ല, ഭൂമിയും ഉണ്ടായിരുന്നില്ല. ആ കർഷകർക്ക് അവരുടെ നികുതി കുത്തനെ കൂട്ടുകയും അവർ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ അവർ പണിയെടുക്കുന്ന കൃഷിയിടത്തിൽ നിന്ന് അവരുടെ പട്ടിണി മാറ്റാൻ തികയുന്ന അത്ര ഭക്ഷണം ലഭിക്കാതെ, ധാന്യങ്ങൾ അവർക്ക് ലഭിക്കാതെ അവർ പണിയെടുക്കുന്നത് മുഴുവൻ ചൂഷണം ചെയ്യുന്ന ഭരണാധിവർഗത്തിനെതിരെയായിരുന്നു അവർ സമരം നടത്തിയത്. ആ മാറി മാറി വരുന്ന ഭരണാധികാരികൾ അവരെ ചൂഷണം ചെയ്തുകൊണ്ടിരുന്നു. പിന്നീട് ബ്രിട്ടീഷുകാരുടെ ഭരണമായപ്പോഴും അവരെ ചൂഷണം ചെയ്യുകയാണ്. കർഷകർ ബ്രിട്ടീഷുകാർ ചുമത്തിയ ആ ടാക്സിനെതിരെ, ചുങ്കത്തിനെതിരെ, ആ ചുങ്കം കൊടുക്കാനുള്ള നിവൃത്തിയില്ലാതെ കർഷകർ പാടുപെടുകയായിരുന്നു.
ബ്രിട്ടീഷുകാരുടെ അനുകൂലികളായി നിന്ന ജന്മിമാർക്കെതിരെയും അവർ ഈ സമരം അഴിച്ചുവിട്ടു. ബ്രിട്ടീഷുകാർക്കെതിരെ സമരം നയിക്കുന്നതിനോട് കൂടി തന്നെ 1847 18ാം നൂറ്റാണ്ട് മുതൽ തുടങ്ങിയതാണ് ഈ സമരങ്ങൾ. അതിനുശേഷം ആദ്യത്തെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലും ഇവർ പങ്കെടുത്തു. പിന്നീട് 1921 ഈ സംഭവം നടക്കുന്നത്. ബ്രിട്ടീഷുകാരുടെ അനുകൂലികളായി നിന്നിരുന്നു പല ഭാരതീയ ജന്മിമാരുടെ കയ്യിലാണ് ഈ സ്വത്തുള്ളത്, ഭൂസ്വത്തുള്ളത്. അപ്പം അവരുടെ ഭൂമിയിൽ പണിയെടുക്കുന്നവർക്ക് ഒരു നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാതെയാണ് അവർ കഷ്ടപ്പെട്ടുകൊണ്ടാണ് അവിടെ പണിയെടുക്കുന്നത്. എന്നാൽ അതിൽ നിന്നൊരു വിഹിതം ഇവർക്ക് ഭക്ഷണമായി ലഭിക്കാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ ഇതിനെതിരെ അവർ ലഹള ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ ഒരുപാട് ലഹളകൾ അവിടെ നൂറ്റാണ്ടുകളായി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ലഹളക്കാരെയാണ് ഇവർ ഈ കേളപ്പൻ ഒതുക്കിയത്. അദ്ദേഹത്തിൻ്റെ സ്നേഹപൂർണമായ വാക്കുകൾ കൊണ്ട് ഒരു കൂട്ടം ലഹളക്കാർ വരുമ്പോൾ ഈ ലഹളക്കാർ ജന്മിഗൃഹങ്ങളിൽ കയറി വന്ന് അവിടെ കൊള്ളയടിക്കുകയായിരുന്നു പതിവ്. കൊള്ളയടിക്കുക മാത്രമല്ല, ഭൂരിഭാഗവും ഹിന്ദുക്കളെ ആയിരുന്നു അവർ ആക്രമിച്ചിരുന്നത്. ഹിന്ദുക്കളായ സവർണരാണ് ജന്മിമാരായിട്ടുണ്ടായിരുന്നത്. ആ ജന്മിമാരെ ആക്രമിച്ച് അവിടെ കൂട്ടിവച്ചിരിക്കുന്ന ഭക്ഷ്യധാന്യങ്ങളെല്ലാം എടുത്ത് എല്ലാവർക്കും വിതരണം ചെയ്യുന്നത് ഇവരുടെ സ്വഭാവമായിരുന്നു. മാത്രമല്ല, ഈ ജന്മിമാരുടെ വീടുകളിലെ ആക്രമിക്കുമ്പോൾ അവിടെയുള്ള അവരെ എതിർക്കുന്നവരെ കൊല്ലുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ആളുകൾക്ക് ഭയമായിരുന്നു. ഈ ലഹളക്കാലത്ത് ഒരുപാട് പേർ മുസ്ലിങ്ങളിലേക്ക് മതമാറ്റം, ഇസ്ലാമായി മതം മാറുകയും ചെയ്തിരുന്നു. അത് ജന്മിമാരുടെ പീഡനം സഹിക്കാതെ താഴ്ന്ന ജാതിക്കാരായ ആളുകളും കുറേ പേർ മതം മാറി. അപ്പോൾ ആ ലഹളക്കാലത്താണ്, ആ ലഹളയുടെ കാര്യമാണ് ഇവിടെ 1921 ഓഗസ്റ്റ് മാസം 21-ാം തീയതി നടന്ന ഈ സംഭവം പറയുന്നത്. ഈ സംഭവം നടന്ന 1921 ഓഗസ്റ്റ് 21 കഴിഞ്ഞിട്ട് കാലം എത്ര കടന്നുപോയി. പൊന്നാനിയിലെ ജനങ്ങളെ മാപ്പിള ലഹളക്കാലത്തെ ഭീകരമായ ഒരു വിപത്ത് ഒഴിവാക്കി രക്ഷിച്ച ആ യുവാവിനെയും അനുചരന്മാരെയും ആ നാട്ടുകാർ ഇന്നും കൃതജ്ഞതയുടെ കണ്ണുനീർത്തുള്ളികൾ അർപ്പിച്ച് സ്മരിച്ചു പോരുന്നു. ഇതിലും പ്രധാനമായി ആ സംഭവത്തിലൂടെ ജനസേവനത്തിന് സ്വയം അർപ്പണം ചെയ്ത ഒരു വീരപുത്രന്റെ രംഗപ്രവേശം കേരളം അഭിമാനപുളകിതമായി അന്ന് ദർശിച്ച് ചാരിതാർത്ഥയാവുക കൂടി ചെയ്തു. അത് കേളപ്പനാണ്. കേളപ്പൻ എന്ന നാമം കേരളത്തിലെ ആബാലവൃദ്ധം ജനങ്ങൾ അഹിംസയുടെ, നിർഭയത്വത്തിൻ്റെ, കറയറ്റ രാജ്യസ്നേഹത്തിൻ്റെ, സർവോപരി മഹത്തായ മനുഷ്യ സ്നേഹത്തിൻ്റെ പര്യായമെന്ന നിലയിൽ കേൾക്കാൻ തുടങ്ങി. മഹാനായ ആ കേരളപുത്രനെ കുറിച്ച് മറ്റൊരു കേരളപുത്രൻ പേര് MP മന്മഥൻ എഴുതിയ അതിമനോഹരമായ ജീവചരിത്രത്തിൻ്റെ ആരംഭമാണ് ഞാൻ ഉദ്ധരിച്ച വരികൾ. അത് ആദ്യം പറഞ്ഞ ആ വരികളുണ്ടല്ലോ, ഇവിടെ പറയുന്നുണ്ട്. ഇവിടെ ഇന്ന് മുതൽ കേരളം അഭിമാനപുളകിതമായ അന്ന് ദർശിച്ച് ചാരിതാർത്ഥയാവുക കൂടി ചെയ്തു. കേരളപ്പൻ എന്ന നാമം കേരളത്തിലെ ആബാലവൃദ്ധം ജനങ്ങൾ അഹിംസയുടെ, നിർഭയത്വത്തിൻ്റെ, കറയറ്റ രാജ്യസ്നേഹത്തിൻ്റെ, സർവോപരി മഹത്തായ മനുഷ്യസ്നേഹത്തിൻ്റെ പര്യായം എന്ന നിലയിൽ കേൾക്കാൻ തുടങ്ങി. പ്രൊഫസർ MP മന്മഥൻ്റെ ജീവചരിത്രത്തിൻ്റെ തുടക്കവും കേളപ്പനെ സ്മരിച്ചുകൊണ്ടാണ് എഴുതിയത്. മഹാത്മാവായ കേരള ഗാന്ധിയെ, കർമ്മധീരനായ സ്വാതന്ത്ര്യ സമര സേനാനിയെ,
നിർഭയനായ രാഷ്ട്രീയ നേതാവിനെ, ത്യാഗധനനായ മനുഷ്യസ്നേഹിയെ, വിഖ്യാതനായ വാഗ്മിയെ, മാനവികതയുടെ പ്രതിപുരുഷനെ, അഹിംസയുടെ ആരാധനാമൂർത്തിയെ, മതസൗഹാർദ്ദത്തിൻ്റെ മൗലിക പ്രതിഭയെ, പ്രദേശ സ്നേഹത്തിൻ്റെ കാഞ്ചന ദീപത്തെ, അങ്ങനെ ഒരുപാട് വർണ്ണിക്കുന്നുണ്ട് അദ്ദേഹത്തെ. കേളപ്പൻ എന്ന ഗാന്ധി ശിഷ്യനെ ഇവിടെ നാം കണ്ടുമുട്ടുന്നു. അദ്ദേഹം അത്യപൂർവമായ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു. ഗാന്ധിയൻ ദർശനങ്ങളിൽ നിന്ന് ഒരിക്കലും അദ്ദേഹം തെന്നി മാറിയിട്ടില്ല. കേരളം കണ്ട ഏറ്റവും വലിയ ഗാന്ധിയൻ ചിന്തകനായിരുന്നു കേളപ്പൻ. ഗാന്ധിജിയുടെ നിർമ്മാണ പ്രവർത്തനത്തിൽ കൂടി മാത്രമേ ശാന്തിയും സമാധാനവും കളിയാടുന്ന ഒരു സ്വതന്ത്ര ഭാരതം കെട്ടിപ്പടുക്കാൻ കഴിയുകയുള്ളൂ എന്ന് കേളപ്പജി വിശ്വസിച്ചു. അതിനായി ജീവിതകാലം മുഴുവൻ നിരന്തരമായി പ്രവർത്തിക്കാൻ അദ്ദേഹം തയ്യാറായി. ഗാന്ധിയൻ പ്രവർത്തനത്തിൻ്റെ രണ്ട് മുഖ്യമായ അംശങ്ങളാണ് നിർമ്മാണ പ്രവർത്തനവും സത്യാഗ്രഹ സമരവും. ഗാന്ധിജിയുടെ സമരങ്ങളിൽ രണ്ട് കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. നിർമ്മാണ പ്രവർത്തനം, നമ്മളുടെ സ്വന്തം നാട്ടിൽ സ്വന്തം പണിക്കാരെ കൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ. നമ്മൾ നൂൽ നൂൽക്കുക, നമ്മൾ വസ്ത്രങ്ങൾ നെയ്യുക, അത് നമ്മൾ ഉപയോഗിക്കുക. നമ്മളുടെ വസ്തുക്കൾ നമ്മൾ തന്നെ ഉണ്ടാക്കി നമ്മൾ സ്വയം പര്യാപ്തരാവുക. പിന്നെയുള്ള സമരമുറയാണ് സത്യാഗ്രഹം എന്ന സമരമുറയും. സർവോദയ പ്രവർത്തനങ്ങളിലും ഭൂദാന യജ്ഞത്തിലും ഗ്രാമദാന പ്രവർത്തനങ്ങളിലും മദ്യനിരോധന സമരങ്ങളിലും ഹരിജനക്ഷേമ പ്രവർത്തനങ്ങളിലും സ്ത്രീ സമത്വ പ്രക്ഷോഭങ്ങളിലും അനുഷ്ഠിച്ച ത്യാഗോജ്വലമായ പ്രവർത്തനങ്ങളെ ഭാരതത്തിനൊരിക്കലും വിസ്മരിക്കാൻ കഴിയുകയില്ല. ഉപവാസവും സത്യാഗ്രഹവുമായിരുന്നു കേളപ്പജിയുടെ സമരമാർഗങ്ങൾ. കൃത്യനിഷ്ഠയും കർക്കശമായ അഹിംസാത്മക നിലപാടും കേളപ്പൻ്റെ മുഖമുദ്രകളായിരുന്നു. KPCC പ്രസിഡന്റ്, MLA, MP, റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ, ഐക്യ കേരള കമ്മിറ്റി ചെയർമാൻ, മാതൃഭൂമി പത്രാധിപർ, NSS പ്രസിഡന്റ് എന്നീ പദവികളിൽ ഇരുന്നപ്പോഴും കേളപ്പൻ കേളപ്പജിയായി തന്നെ നിലകൊണ്ടു. സത്യത്തിൽ നിന്നും ധർമ്മത്തിൽ നിന്നും അഹിംസയിൽ നിന്നും വ്യതിചലിക്കാൻ ആ ഗാന്ധി ശിഷ്യൻ സമ്മതിച്ചില്ല. ഗവർണർ സ്ഥാനവും ഹൈക്കമ്മീഷണർ സ്ഥാനവും അദ്ദേഹം തട്ടിക്കളഞ്ഞു. പത്മശ്രീയാവാനും അദ്ദേഹം തയ്യാറായില്ല. വൈക്കം സത്യാഗ്രഹവും ഉപ്പ് സത്യാഗ്രഹവും ഗുരുവായൂർ സത്യാഗ്രഹവും വ്യക്തി സത്യാഗ്രഹവും ആഗസ്റ്റ് സമരവും ഒക്കെ സ്വാതന്ത്ര്യ സമര ഭടനായ കേളപ്പജിയുടെ ജീവിതത്തിലെ സാധാരണ സംഭവങ്ങളായിരുന്നു. വ്യക്തി സത്യാഗ്രഹത്തിന് ഗാന്ധിജി തെരഞ്ഞെടുത്ത ആദ്യത്തെ കേരളീയനും കേളപ്പനായിരുന്നു. ഗാന്ധിജിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ മുഖ്യമായ മദ്യനിരോധനത്തിനു വേണ്ടി സമരം നടത്താനും മദ്യഷാപ്പുകൾ പിക്കറ്റ് ചെയ്യാനും കേളപ്പൻ തയ്യാറായിരുന്നു. ഒരിക്കൽ കമ്മ്യൂണിസ്റ്റ് നേതാവായ EMS നമ്പൂതിരിപ്പാട് മദ്യനിരോധനം കൊണ്ട് തൊഴിൽ നഷ്ടപ്പെടുന്ന തൊഴിലാളികൾക്ക് ജോലി കൊടുക്കാൻ കോൺഗ്രസിൻ്റെ വഴി എന്താണെന്ന് കേളപ്പനോട് ചോദിച്ച് ഒരു ലേഖനം എഴുതുകയുണ്ടായി. ഇവിടെ കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിരുന്നു EMS നമ്പൂതിരിപ്പാട്. അദ്ദേഹം ഒരിക്കൽ കേളപ്പനോട് ചോദിച്ചു, ഇവിടെ കേരളത്തിലെ അന്നത്തെ പ്രധാന തൊഴിൽ ചെത്തുതൊഴിൽ ആയിരുന്നു. ഈ മദ്യനിരോധനം വന്നു കഴിഞ്ഞാൽ ഈ തൊഴിലാളികൾക്ക് തൊഴിലുണ്ടാകില്ല എന്നതുകൊണ്ട് അപ്പോൾ ഈ മദ്യനിരോധനത്തിന് വേണ്ടി സമരം ചെയ്യുമ്പോൾ ഈ തൊഴിലാളികൾക്ക് പകരം എന്താണ് നൽകുക? ഈ ജോലിക്ക് വേണ്ടി അവരുടെ ജോലിക്ക് വേണ്ടി എന്താണ് നിങ്ങൾ ഉപാധി കണ്ടിരിക്കുന്നത് എന്ന് EMS നമ്പൂതിരിപ്പാട് ഒരിക്കൽ കേളപ്പജിയോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി ശ്രദ്ധേയമാണ്. മദ്യപാനം നിർത്തുന്നതിനേക്കാൾ ആ തൊഴിലിൽ ഇന്ന് ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പ്രവൃത്തി ഉണ്ടാക്കി കൊടുക്കുന്നതിനാണ് നമ്പൂതിരിപ്പാട് കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്നത്. അതായത് നമ്പൂതിരിപ്പാട് ഒരു മുഖ്യമന്ത്രി എന്ന നിലയിൽ പറഞ്ഞത് വളരെ സത്യമാണ്. അവിടെ തൊഴിൽ തൊഴിൽ നഷ്ടപ്പെടുന്നവർക്ക് അവർക്ക് പകരം തൊഴിൽ നൽകണം, അല്ലെങ്കിൽ അവരുടെ ജീവിതോപാധി നിലനിൽക്കുകയാണ്. എന്നാൽ മദ്യപാനം സമൂഹത്തിന് വളരെ
ദോഷം ചെയ്യുന്നുണ്ട്. ആ ഒരു ദോഷത്തിൽ അല്ലെങ്കിൽ അതിനു വേണ്ടി മദ്യപിച്ച ആളുകൾ നശിക്കുന്നതിന് വേണ്ടി ജോലി ചെയ്യുന്നതിനേക്കാൾ അതിനാണ് ആ മദ്യപാന സമൂഹത്തിൽ നിന്ന് മാറ്റിക്കളയുന്നതിന് വേണ്ടിയാണ് കേളപ്പജി ശ്രമിച്ചത്. എന്നാൽ അതിനുവേണ്ടി ഈ തൊഴിലാളികൾക്ക് പകരം തൊഴിൽ കണ്ടെത്താനും കൂടെ സഹായിക്കണം എന്നാണ് നമ്പൂതിരിപ്പാട് പറഞ്ഞത്. മദ്യപാനം നിർത്തുന്നതിനേക്കാൾ ആ തൊഴിലിൽ ഇന്ന് ഏർപ്പെട്ടിരിക്കുന്നവർക്ക് പ്രവൃത്തി ഉണ്ടാക്കി കൊടുക്കുന്നതിനാണ് നമ്പൂതിരിപ്പാട് കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്നത്. മദ്യനിരോധനം നടപ്പാക്കുമ്പോഴേ തൊഴിൽ നഷ്ടപ്പെടുന്ന പ്രശ്നം ഉത്ഭവിക്കുന്നുള്ളൂ. വ്യഭിചാരശാലകൾ നിയമവിരുദ്ധമാക്കുമ്പോൾ ആ ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ തൊഴിൽ പ്രശ്നം ഉത്ഭവിക്കുന്നുണ്ട്. കൊച്ചിയിൽ കുഴൽവെള്ളം വന്നപ്പോൾ അതുവരെയും എറണാകുളത്തു നിന്നും ആലുവയിൽ വെള്ളം കൊച്ചിയിൽ കൊണ്ടുപോയി വിറ്റിരുന്ന വളരെ ആളുകളുടെ തൊഴിൽ നഷ്ടപ്പെട്ടു. മദിരാശി നഗരത്തിൽ മലം കടലിലേക്ക് ഒഴുക്കി കളയുവാൻ ഫ്ലഷ് സിസ്റ്റം ഏർപ്പെടുത്തിയപ്പോൾ ധാരാളം തോട്ടികൾക്ക് പ്രവൃത്തി നഷ്ടപ്പെട്ടു. അപ്പം അദ്ദേഹം എക്സാമ്പിൾ പറഞ്ഞതാണ്, വ്യഭിചാരം അത് കുറ്റമായി കരുതി അത് നിരോധിച്ചു. അപ്പോൾ വ്യഭിചാരത്തിൽ ഏർപ്പെട്ടിരുന്ന ഒരുപാട് സ്ത്രീകൾ അവരുടെ ജോലി നഷ്ടപ്പെട്ടു. വ്യഭിചാരം കുറ്റമാണെന്നും അത് നിരോധിച്ചതും അത് ഒരു സാംസ്കാരിക അപജയം ആണ് എന്നതുകൊണ്ടാണ് അത്. അപ്പോൾ ഈ സാംസ്കാരിക അപജയത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന അവർക്ക് തൊഴിൽ നഷ്ടപ്പെടും. അവർ മറ്റുള്ള തൊഴിൽ കണ്ടെത്തിയിരിക്കണം. പക്ഷെ അവരുടെ തൊഴിൽ നഷ്ടപ്പെടും എന്ന് കരുതിയിട്ട് സാംസ്കാരിക അപജയത്തിന് കൂട്ടുനിൽക്കാൻ ഒരു സർക്കാർ ചെയ്യാൻ പാടുണ്ടോ? ഇവിടെ സാംസ്കാരിക മുന്നേറ്റം അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ വ്യവസായ വിപ്ലവം വരാൻ പാടില്ല എന്നുണ്ടോ? പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ, പുതിയ ടെക്നോളജികൾ ഉപയോഗിക്കാൻ പാടില്ല എന്നുണ്ടോ? ഒരു സാംസ്കാരിക അപചയമാണ് മദ്യപാനം. അപ്പോൾ ആ മദ്യപാനം നിർത്തുമ്പോൾ തൊഴിൽ നഷ്ടപ്പെടുന്നത് സ്വാഭാവികമാണ്. അദ്ദേഹത്തിന് അതിന് ഉദാഹരണം പറഞ്ഞത്, ഒന്ന് വ്യഭിചാരശാലകൾ നിർത്തലാക്കിയത്, രണ്ട് ഇപ്പോൾ കൊച്ചിയിൽ കുടിവെള്ളം എത്തിച്ചിരുന്നത് ലോറികളിലും മറ്റു ഇതിലൊക്കെയാണ്. അവർക്ക് ജോലി നഷ്ടപ്പെടും അവിടെ കുടിവെള്ളം സ്ഥാപിച്ചു കഴിഞ്ഞാൽ. എന്നാൽ അതൊരു വലിയ മുന്നേറ്റമാണ് കുടിവെള്ളം ഉണ്ടാക്കി കൊടുക്കുക എന്നത്. അപ്പോൾ കുറേ പേരുടെ തൊഴിൽ നഷ്ടപ്പെടുമായിരിക്കും. പുതിയ സാങ്കേതിക വിദ്യകൾ വരുമ്പോൾ പലരുടെയും തൊഴിൽ നഷ്ടപ്പെടുന്നത് വളരെ വാസ്തവമാണ്. നഗരങ്ങളിലൊക്കെ, ബോംബെ നഗരങ്ങളിലൊക്കെ ആദ്യം തോട്ടികളാണ്. നഗരങ്ങളിൽ തോട്ടികൾ വന്ന് മലം വാരിക്കൊണ്ട് പോവുകയാണ്. ഇന്നത്തെ പോലെ ഫ്ലഷ് സിസ്റ്റമുള്ള കക്കൂസുകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നഗരങ്ങളിലൊക്കെ തിങ്ങിപ്പാർക്കുന്ന ആളുകൾ, ഗ്രാമങ്ങളിൽ അത് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. ഇഷ്ടം പോലെ സ്ഥലമുണ്ടായിരുന്നു. ദൂരെ വീട്ടിൽ നിന്നും അകലെ മാറിയൊക്കെ മലവിസർജനം നടത്തിയിരുന്നു. എന്നാൽ നഗരങ്ങളിൽ എന്താണ് ചെയ്യുക? അവിടെ നാറ്റം മൂലം കടക്കാൻ പറ്റാത്ത സ്ഥിതിയാകും. അത് തോട്ടികൾ വന്ന് ഈ മലം കോരിയെടുത്ത് കൊണ്ടുപോയി ഒരു ദൂരെ കൊണ്ട് കളയുകയാണ് ചെയ്യുക. അലാഹയുടെ പെൺമക്കൾ എന്ന കഥയിലെ പ്രധാന കഥാപാത്രം തോട്ടികൾ മാത്രം താമസിക്കുന്ന സ്ഥലത്ത് താമസിക്കുന്ന ഒരു പെൺകുട്ടിയെ കുറിച്ചുള്ളതാണ്. ആ തോട്ടികൾ താമസിക്കുന്ന സ്ഥലത്ത് ആ സ്ഥലം അവിടെ മറ്റാരും വന്ന് സംസ്കാര സമ്പന്നർ എന്ന് വിചാരിക്കുന്ന സമ്പന്നരായിട്ടുള്ള ആളുകൾ അവിടെയൊന്നും വന്ന് സ്ഥലം വാങ്ങുകയോ താമസിക്കുകയോ ചെയ്യില്ല. കാരണം ഇവരെ എപ്പോഴും ഭയങ്കര നാറ്റമായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവർ ആ ക്ലാസ്സിൽ അടുത്തിരിക്കാൻ പോലും ടീച്ചർമാർ പോലും അന്ന് സമ്മതിക്കാത്ത കാര്യം അലാഹയുടെ പെൺമക്കൾ എന്ന കഥയിൽ വിവരിക്കുന്നുണ്ട്. അങ്ങനെ തോട്ടിപ്പണി അവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ മറ്റുള്ളവരുടെ മലം കോരിക്കൊണ്ട് കളയുന്നത്. അവരെ നമ്മൾ അസ്പൃശ്യരെന്ന് പറഞ്ഞ് അകറ്റി മാറ്റുകയല്ല വേണ്ടത്. അവരില്ലെങ്കിൽ നമ്മളുടെ നാറ്റങ്ങൾ എടുത്തു മാറ്റുന്നവരാണ് അവർ. അതുകൊണ്ടാണ് അവരെ നാറുന്നത്. നമ്മളുടെ നാറ്റങ്ങൾ കൊണ്ടാണ് അവരെ നാറുന്നവര്. അപ്പോൾ അവിടെ ഒരു ഫ്ലഡ് സിസ്റ്റം വന്നു. ഈ മലമെല്ലാം എടുത്ത് കടലിൽ ഒഴുക്കിക്കളയുന്ന, ആദ്യം വന്നത് അങ്ങനെയാണ്, ഒഴുക്കിക്കളയുന്ന ഫ്ലഡ് സിസ്റ്റം വന്നപ്പോൾ ഈ ജോലിക്കാർക്കെല്ലാം ജോലി നഷ്ടപ്പെട്ടു. കമ്പ്യൂട്ടർ വന്നപ്പോൾ ഒരുപാട് തൊഴിലുകൾ നഷ്ടപ്പെട്ടവരുണ്ട്. അതേസമയം തൊഴിൽ സാധ്യതകൾ അവിടെ കൂടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ടൈപ്പ് റൈറ്ററിൻ്റെ ഒക്കെ പണി വളരെ, ആ പണി ഇല്ലാതായി എന്ന് തന്നെ പറയാം. അതൊക്കെ കമ്പ്യൂട്ടർ ഏറ്റെടുത്തു കഴിഞ്ഞു.
DTP സെൻ്ററുകളായി തുടങ്ങി. അതുപോലെ പുതിയ സാങ്കേതിക വിദ്യകൾ പല തൊഴിൽ മേഖലയിൽ പല മാറ്റങ്ങളും വരുത്തും എന്ന് കരുതി പുതിയ സാങ്കേതിക വിദ്യകൾ വരുത്താൻ പാടില്ല എന്നുണ്ടോ എന്നാണ് കേളപ്പച്ചി EMS നമ്പൂതിരിപ്പാടിനോട് എതിർത്ത് ചോദിച്ചത്. കോഴിക്കോട് ശുദ്ധജല വിതരണം വരുമ്പോൾ മാനാഞ്ചിറ വെള്ളം കൊണ്ടുപോയി വിൽക്കുന്നവരുടെ ജോലി പോക്കും. ബസ്സും ലോറിയും മോട്ടോർ കാറും വന്നതുകൊണ്ട് കുതിരവണ്ടിക്കാർക്കും കാളവണ്ടിക്കാർക്കും തൊഴിൽ നഷ്ടപ്പെട്ടു. ഒരു രാജ്യത്ത് അത്യാവശ്യമായ പരിഷ്കാരവും തന്നിമിത്തമുണ്ടാകുന്ന തൊഴിലില്ലായ്മയും ഒന്നായി കൂട്ടിഘടിപ്പിക്കാറുണ്ടോ? തൊഴിലില്ലാത്തവർക്കെല്ലാം തൊഴിലുണ്ടാക്കി കൊടുക്കേണ്ട ചുമതല ഏത് ഗവൺമെൻറ്റിനുമുണ്ട്. മദ്യപാനം നിർത്തൽ ചെയ്യുന്നതിൻ്റെ ഫലമായി തൊഴിൽ നഷ്ടപ്പെടുന്നവർക്ക് പുതിയ വ്യവസായങ്ങൾ ഏർപ്പെടുത്തുന്നതിൻ്റെ ഫലമായി തൊഴിലുണ്ടാവും. കമ്മ്യൂണിസ്റ്റ് പ്രചാരവേലയുടെ ഭാഗമായി കോൺഗ്രസിൽ ജന്മികൾ കടന്നുകൂടുന്നു എന്ന് നമ്പൂതിരിപ്പാട് ചൂണ്ടിക്കാണിച്ചതിന് മുതലാളികൾ കമ്മ്യൂണിസ്റ്റ് കക്ഷിയിൽ ചേരുന്നതിനെപ്പറ്റി നമ്പൂതിരിപ്പാടിന് ആക്ഷേപമില്ലേ? മോഹൻ കുമരമംഗലം ഒരു വലിയ സെമീന്ദാരുടെ മകനല്ലേ? എന്തിന് നമ്പൂതിരിപ്പാട് തന്നെയും ഒരു ജന്മിയല്ലേ? കമ്മ്യൂണിസ്റ്റ് പ്രചാരവേലയുടെ ഭാഗമായി കോൺഗ്രസിൽ ജന്മികൾ കടന്നുകൂടുന്നു എന്ന് ആക്ഷേപിച്ചു. കോൺഗ്രസ്സുകാർ മുഴുവനും ജന്മിമാരാണ്, എന്നാൽ കമ്മ്യൂണിസ്റ്റുകാരിലും ജന്മികളില്ലേ, സമ്പന്നരില്ലേ എന്നാണ് അദ്ദേഹം തിരിച്ച് ചോദിച്ചത്. ജന്മികൾ കമ്മ്യൂണിസ്റ്റ് കക്ഷിയിൽ ചേരുന്നതിൽ നമ്പൂതിരിപ്പാടിന് ആക്ഷേപമില്ലാതിരിക്കെ അവർ കോൺഗ്രസിൽ ചേരുന്നതിൽ എന്തിനാക്ഷേപിക്കുന്നു എന്നായിരുന്നു കേളപ്പൻ്റെ മറുപടി. ബുദ്ധിമാനായ നമ്പൂതിരിപ്പാടിന് മറുപടിയില്ലായിരുന്നു ആ സമയത്ത്. സർവോദയത്തിൻ്റെ സമുന്നത നേതാവും മാനവരാശിയുടെ ഉത്തമ ബന്ധുവും കോൺഗ്രസിൻ്റെയും KMMPയുടെയും പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടിയുടെയും സമുന്നത നേതാവുമായി വളർന്നു വന്ന കേളപ്പൻ ഒരു പാവപ്പെട്ട കുടുംബത്തിലാണ് ജനിച്ചത്. 1890 സെപ്റ്റംബർ 12 മലബാറിലെ പഴയ കുറുമ്പ്രനാട്ട് താലൂക്കിലെ പയ്യോളിയിൽ ഒരു സാധാരണ നായർ തറവാട്ടിലായിരുന്നു കേളപ്പൻ്റെ ജനനം. അമ്മ കൊയിലാണ്ടിക്കടുത്ത് മൂടാടിയിൽ കോയപ്പുള്ളി കുഞ്ഞമ്മയായിരുന്നു. അച്ഛൻ നേൻപോയിൽ കരുണാകരൻ നായരും. കൊയിലാണ്ടി മിഷൻ സ്കൂളിലും തലശ്ശേരി പാഴ്സി ഹൈസ്കൂളിലുമാണ് സ്കൂൾ പഠനം. കോഴിക്കോട് സാമൂതിരി കോളേജിൽ നിന്ന് ഇന്റർമീഡിയറ്റും മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ നിന്ന് BAയും പാസ്സായി. പിന്നീട് ചങ്ങനാശ്ശേരി സെൻറ്റ് ബെക്ക്മെൻസ് ഹൈസ്കൂൾ, പൊന്നാനി ഹൈസ്കൂൾ, കോഴിക്കോട് സെൻറ്റ് ജോസഫ്സ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിൽ അധ്യാപകനായി ജോലി നോക്കി. 1914-15 കാലത്ത് ചങ്ങനാശ്ശേരിയിൽ അധ്യാപകനായിരുന്നു. ആ കാലത്ത് മന്നത്ത് പത്മനാഭനുമായി ചേർന്ന് നായർ സമുദായ ഭൃത്യസംഘം എന്നൊരു സംഘടന രൂപീകരിച്ചു. ആ സംഘമാണ് പിന്നീട് NSS ആയത്. ഇപ്പോഴുമുണ്ട് NSS അല്ലേ? കേളപ്പൻ NSSന്റെ പ്രഥമ പ്രസിഡന്റായിരുന്നു. കറുകച്ചാലിൽ NSS സ്ഥാപിച്ച ഒന്നാമത്തെ സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്ററായി കേളപ്പൻ സേവനമനുഷ്ഠിച്ചു. ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ജോലി രാജിവെച്ച് നിയമം പഠിക്കാൻ ബോംബെയിലേക്ക് പോയി. ബോംബെ നിയമബിരുദം നേടുന്നതിന് മുൻപ് രാഷ്ട്രീയത്തിലേക്ക് എടുത്തുചാടി. മലബാർ ലഹളയുടെ കാലത്ത് സമാധാന സ്ഥാപനത്തിനു വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെട്ടു. അക്കാലത്ത് കേളപ്പനെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. 10 മാസം ജയിലിൽ കിടന്നു. പിന്നീട് ഇടയ്ക്കിടയ്ക്ക് സമരവും ജയിൽവാസവുമായി രാഷ്ട്രീയ പ്രവർത്തനം മുന്നേറി. 1924 വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുകയുണ്ടായി. സമര കാലത്തുണ്ടായിരുന്ന സമരങ്ങളാണ് അല്ലേ? വൈക്കം സത്യാഗ്രഹം. വൈക്കം ക്ഷേത്രത്തിന് മുൻപിലെ വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയായിരുന്നു വൈക്കം സത്യാഗ്രഹം. വീണ്ടും 1930 പയ്യന്നൂരിൽ വെച്ച് പ്രസിദ്ധമായ ഉപ്പ് സത്യാഗ്രഹം എന്താണെന്ന് കണ്ടുപിടിച്ച് അതിൻ്റെ ഒരു കുറിപ്പ് എഴുതി വയ്ക്കുക. ഉപ്പ് സത്യാഗ്രഹം നേതൃത്വം കൊടുത്തു എന്നതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്തു. 1932 ഗുരുവായൂരിൽ നടന്ന ക്ഷേത്രപ്രവേശന സമരത്തോടനുബന്ധിച്ച് നിരാഹാര വ്രതം നടത്തി. അതുവരെ എല്ലാ ജാതിക്കാർക്കും താഴ്ന്ന ജാതിക്കാർക്കൊന്നും ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശിക്കാനോ അവിടെ ചെന്ന് തൊഴാനോ അധികാരമുണ്ടായിരുന്നില്ല. അതിനുവേണ്ടിയുള്ള സത്യാഗ്രഹമായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹം. 1940 വ്യക്തി സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത് വീണ്ടും ജയിലിൽ പോകുകയുണ്ടായി. 1942 ക്വിറ്റ് ഇന്ത്യ സമരം
കേരളത്തിൽ സംഘടിപ്പിക്കാൻ കേളപ്പനും കോൺഗ്രസ് സോഷ്യലിസ്റ്റ് നേതാക്കളും ഒളിവിലും വെളിയിലുമായി അഹോരാത്രം പണിയെടുത്തു. ഒടുവിൽ നേതാക്കളെയെല്ലാം അറസ്റ്റ് ചെയ്തു. 1942 മുതൽ 45 വരെ ജയിലിൽ കഴിച്ചുകൂട്ടേണ്ടതായി വന്നു. ഇനിയുമുണ്ട് ഇതിൽ എടുക്കാനായിട്ട്, അത് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഇത്രയും ഭാഗം നന്നായി വായിക്കുക. വായിച്ച ഭാഗത്തെ കുറിപ്പുകൾ എഴുതി വയ്ക്കുക. അപ്പോൾ താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ കാണാം. ഹാവ് എ നൈസ് ഡേ.